ഏഴാം സ്ഥലത്ത് നമ്മൾ ധ്യാനിക്കുക കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ പ്രാവശ്യം വീഴുന്നതാണ്. ദൈവം ബലഹീനനാവുകയാണ്, ദൈവം തോറ്റുപോവുകയാണ്, ദൈവം നിസ്സാരനായി തീരുകയാണ്. ക്രൈസ്തവന്റെ ദൈവം എന്ന് പറയുന്നവൻ വിജയശ്രീലാളിതനായി വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നവനല്ല. അഭിമാനത്തോടെ ഓരോ ക്രൈസ്തവനും പറയണം, ക്രിസ്തു തോറ്റുപോയവനാണ്, ക്രിസ്തു വീണുപോയവനാണ്. രണ്ടാം പ്രാവശ്യം അവൻ വീണു എന്ന് പറയുമ്പോ ആ വീണെടുത്തവൻ കിടക്കുകയല്ല ചെയ്യുന്നത്, അവൻ എഴുന്നേൽക്കാൻ പരിശ്രമിക്കുകയാണ്. ക്രിസ്തുവിനെ നോക്കി നാം പഠിക്കണം. വീണുപോയി എന്ന് ഓർത്ത് നമ്മുടെ ജീവിതം അസ്തമിക്കുകയല്ല, എഴുന്നേൽക്കാനുള്ള സാധ്യത നമുക്കുണ്ട്. നമ്മൾ ചിലപ്പോ പാവത്തിന്റെ ബന്ധനാവസ്ഥകളിൽ വീണു പോയിട്ടുണ്ടാവാം, സൗഹൃദങ്ങളിൽ വീണു പോയിട്ടുണ്ടാവാം, വികൃതമായ അവസ്ഥകളിൽ നമ്മൾ വീണു പോയിട്ടുണ്ടാവാം. ക്രിസ്തു പറയുന്നു, വീഴ്ചകളൊന്നും അവസാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയില്ല. വീഴ്ചകൾ നമ്മളെ പടുത്തുയർത്തേണ്ടതാണ്. നമ്മുടെ മുറിവുകൾ നമുക്ക് സൗഖ്യം തരുന്നതാണ്. അവന്റെ വീഴ്ചകൾ നമ്മുടെ ഉയർപ്പിന് ഉതകുന്നതാണെന്നുള്ള തിരിച്ചറിവോടെ നമ്മൾ വീണുപോയിടങ്ങളിൽ നിന്ന് ക്രിസ്തു എഴുന്നേറ്റ അതേമാതിരി നമുക്ക് എഴുന്നേൽക്കാൻ കഴിയണം. ക്രിസ്തു നമ്മളെ താങ്ങും. നമുക്ക് വേണ്ടി അവൻ കുരിശു വഹിച്ചെങ്കിൽ, നമ്മുടെ ഭാരം അവൻ ഏറ്റുവാങ്ങിയെങ്കിൽ, അവന്റെ കരം സ്വർഗത്തിൽ നിന്ന് നമുക്ക് നീട്ടിത്തന്ന് നാം വീണുകിടക്കുന്ന ഇടത്തിൽ നിന്ന് നമ്മളെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും. ആത്മീയ ചൈതന്യത്തിന് വിഘാതമായി നിൽക്കുന്ന തലങ്ങളെ കണ്ടെത്തി അവനോടൊപ്പം എഴുന്നേറ്റ് നിൽക്കാൻ, അവനോടൊപ്പം കുരിശു വഹിച്ച് കാൽവരി വരെ നടന്നു നീങ്ങാൻ, ആത്മാർത്ഥമായി തോൽവിയിലൂടെ വിജയത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഒരു വീഴ്ചയും അവസാനമല്ല, ഒരു വീഴ്ചയും നമ്മുടെ അസ്തമയവുമല്ല. ഈ വീഴ്ചയ്ക്ക് എഴുന്നേൽക്കാനുള്ള ത്രാണി തരുന്നത് കർത്താവാണ്. കാരണം അവൻ വീണിട്ട് എഴുന്നേറ്റവനാണ്. വീണ് എഴുന്നേറ്റവന് മാത്രമേ വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കാനുള്ള ബലമുണ്ടാവൂ. കർത്താവെ, അങ്ങയുടെ കൃപയുടെ കീഴിൽ എൻ്റെ എല്ലാ വീഴ്ചകളെയും ഞാൻ തരുകയാണ്. പലപ്പോഴും ഞാൻ ഇങ്ങനെ വീണു പോകാറുണ്ട്, തെറ്റിദ്ധരിക്കാറുണ്ട്, അടി ഏറ്റുവാങ്ങാറുണ്ട്. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ആവർത്തനം ചെയ്യുമ്പോൾ അർത്ഥരഹിതമാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ എല്ലാത്തിനും അർത്ഥമുണ്ട് എന്ന് കരുതി പിതാവിന്റെ ഹിതത്തിനനുസരം കുരിശു മരണം വരിച്ച തമ്പുരാനെ, കുരിശിന്റെ പാതയെ നടന്നു നീങ്ങിയ തമ്പുരാനെ, എന്റെ കുരിശുകളെ ആത്മാർത്ഥമായി സ്വീകരിച്ച് വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽക്കാൻ എന്നെയും പ്രാപ്തനാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.